ഹലോ യൂസ്. അപ്പം എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് ദൃശ്യം 3യുടെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ട് വരാം. എന്നിട്ട് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഥയടിച്ചിറക്കാം. കഥയടിച്ചിറക്കല കണ്ടിട്ട് എന്തായാലും നമ്മളെ അഭിപ്രായം പറയാം. ഓക്കെ, സെറ്റാക്കാം. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെട്ടുന്ന ഒരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ഫസ്റ്റ് സെക്കൻഡ് കഥ മൊത്തം ജസ്റ്റ് ഓൺലൈനായിട്ട് ജസ്റ്റ് പറഞ്ഞു പോയി. 2026 ഇനി എന്താ സംഭവിക്കാൻ പോകണം, നമ്മളും വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും അത്ത് കൊടുക്കാണ്. എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. എന്തെങ്കിലും ഹിന്ദി കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങാപ്രാക്കി സംഭവിക്കാൻ പോണത്. ജിത്ത് ദിവസം പോലെ പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. സംഭവം മോഹൻലാലും ഇങ്ങനെയായിട്ട് കുറ്റബോധം അടിച്ചിട്ട് സംഭവം ഏറ്റവും എല്ലാം ചെയ്ത തെറ്റല്ല ഏറ്റവും പറയുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ സാധനം ഇങ്ങനെ തോന്നിച്ചിട്ട് ഇതിന്റെ അങ്ങാപ്പുറം ഇനി ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ ഇതിന്റെ അങ്ങാപ്പുറം ഡബിൾ ഇരട്ടിയുള്ള സാധനം ചെയ്യാൻ പോണല്ലോ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും സംഭവം. എന്തായാലും കണ്ടു തന്നെ അറിയാം. പക്ഷെ കണ്ടിട്ട് ഇത് ഈ സീൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ലാസ്റ്റ് സാറേന്നൊരു വിളി വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പള്ളി ഇരുന്നിട്ടുള്ള ഡയലോഗ് അല്ല, കൺഫേം എന്തായാലും പള്ളി ഇരുന്നുള്ളതല്ലേ ഇത്. അപ്പം ഒന്ന് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഇങ്ങനെ പറയുന്നതായിരിക്കാം. എന്തായാലും കണ്ടു തന്നെ അറിയാം. കാണിക്കുന്നത് മറ്റേ ജോലിയുടെ ഭാര്യ ഇത് കരയുന്നത് കാണിക്കുന്നത്. മകള് ഒരാള് വീടുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വേറെ ഏതോ സ്ഥലത്ത് ജോലിക്ക് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ ആ ഒരു സെറ്റപ്പിൽ കാണിക്കുന്നു. വീടുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. എസ്തറിന് അങ്ങനെ കാണിക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇനി ചിലപ്പം എസ്തർ അവരുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും കാര്യം ഷെയർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആരെങ്കിലും ഇതുപോലെ അനുഭവം പറഞ്ഞപ്പോഴത്തേക്കും എക്സ്ട്രാ അവളുടേതായ കാര്യങ്ങൾ പറഞ്ഞായിരിക്കാം. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ എല്ലാം കൂടെ അടുത്ത ആളെ തട്ടിക്കണം. എൻ്റെ അമ്മ എന്തായാലും അറിയത്തില്ല. എന്തായാലും മെയ് 21 ഡേറ്റ് ആണ്. മെയ് 21 വെയിറ്റ് ചെയ്യാം. സംഭവം എന്തായാലും മോഹൻലാൽ കുറ്റേക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഇതില്ലല്ലോ, ഒരു സുഖമില്ലല്ലോ. എന്തെങ്കിലും കൂടെ കാണിക്കണ്ടേ. ഫാമിലിക്ക് വേണ്ടി ചെയ്തല്ലേ. ഇനി ഫാമിലി ഒന്നും പറയാൻ പറ്റത്തില്ല. ജിത്ത് ദിവസം പറയുന്നത് നമുക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണതിൻ്റെ 100 ഇരട്ടിയും പുള്ളി ചെയ്തു വെക്കാൻ പോണത്. എൻ്റെ ഇതിൽ മോഹൻലാലായിട്ട് കുറ്റേക്കത്തില്ല. അല്ലാതെ കണ്ട് ബൈ ചാൻസ് ഇനി എസ്തർ തന്നെ ആയിരിക്കും. എസ്തർ എന്തെങ്കിലും ആരോടെങ്കിലും കഥ ഇങ്ങനെ പറയുന്നതോ, ഇനി കോളേജിൽ പഠിക്കാൻ പോണ സമയത്ത് അല്ലെങ്കിൽ വേറെ ജോലി ചെയ്ത് പുറത്ത് പോണ സമയത്ത് അങ്ങനെ കഥ ഇങ്ങനെ നടന്ന സംഭവം, ഇങ്ങനെ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കേസ് കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പോക്കി അങ്ങനെ എന്തെങ്കിലും വരുന്നത് ചിലപ്പോൾ ആയിരിക്കാം. മേ ബി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. മേ ബി അതായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഇവക്ക് ഇതുപോലെ എസ്തറിന് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ട് അവൾ വല്ല സൂയിസൈഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കണ്ടിട്ട് മോഹൻലാലിന് കുറ്റബോധം വന്ന് മോഹൻലാൽ തന്നെ തുറന്നു പറയുന്നതും ചിലപ്പോൾ അങ്ങനെ ആവാം. എന്നും പ്രതീക്ഷയാകും. ഗൈസ് 21 തീയതി അല്ലേ, വെയിറ്റ് ചെയ്യും. എന്നാലും ഫസ്റ്റ് സെക്കൻഡ് മസ്റ്റായിട്ട് ഒന്നുകൂടെ എല്ലാവരും റീവാച്ച് ചെയ്തു. ഞാനും എന്തായാലും കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളും റീവാച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് മെയ് 21 പോയി കാണാം. ഓക്കെ.